ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് കുറച്ചധികം പോസ്റ്റുകളിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം 340ഓളം വേക്കൻസീസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൽ നമ്മൾ വെച്ചാൽ എപ്പോഴും പറയുന്നത് ഇലക്ട്രോണിക്സുകാർക്ക് എവിടെയും വേക്കൻസി ഇല്ലെന്നില്ല കാര്യം. അപ്പോൾ ഇലക്ട്രോണിക്സുകാർക്ക് പ്രൊബേഷണറി എഞ്ചിനീയർ 175 വേക്കൻസീസ് ആണുള്ളത്. മെക്കാനിക്കൽ 109, കമ്പ്യൂട്ടർ സയൻസ് 42, ഇലക്ട്രിക്കല് 14 വേക്കൻസീസ് ആണ് ഉള്ളത്. അപ്പൊ ഇവിടെ ബേസിക് പേ എന്ന് പറയുന്നത് 40,000 തൊട്ട് 1,40,000 വരെയാണ് സ്കെയിൽ ഓഫ് പേ വന്നുള്ളത്. അപ്പോൾ CTC അപ്രോക്സിമേറ്റ്ലി 13 lakhs പെർ ആണ് വരുന്നുണ്ടാവുക. അതേപോലെ ഇവിടെ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 25 വയസ്സാണ് അവിടെ ഏജ് ലിമിറ്റ്. നമ്മൾ എപ്പോഴും പറഞ്ഞാണ് നിങ്ങൾ എന്ത് ഒരിക്കലും നമ്പർ ഓഫ് പോസ്റ്റ് വേക്കൻസി നോക്കിയിട്ട് അപ്ലൈ ചെയ്യാതെ ഇരിക്കരുത്. 25 വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവിടെ കോമ്പറ്റീഷൻ സ്വാഭാവികമായിട്ടും കുറയുന്നുണ്ടാവും. അത് കൂടാണ്ട് കഴിഞ്ഞ ഇതിലൊക്കെ എത്ര പേര് അപ്ലൈ ചെയ്യുന്നതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് കറസ്പോണ്ടിങ് ബ്രാഞ്ചസിൽ ഫസ്റ്റ് ക്ലാസ് ബിടെക് ആണ് പറഞ്ഞിട്ടുള്ളത്. BE, BTech, BSc. ഓക്കെ. അപ്പോൾ BE, BTech ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നുള്ള രീതിയിൽ. അപ്പോ ഓക്കെ, ഇതിൽ ടോട്ടൽ 139, 34 EWS, OBSc 91, SC 51, 25 ST, ടോട്ടൽ 340 വേക്കൻസീസ് ആണ്. അതാണ് അതിന്റെ ഒരു റിസർവേഷൻ പാറ്റേൺ പറഞ്ഞിട്ടുള്ളത്. പ്രൊബേഷണറി എഞ്ചിനീയറിന്റെ കേസിൽ UR, OBC, ഈ NCL അതേപോലെ EWS കാൻഡിഡേറ്റ്സിന്റെ ഫസ്റ്റ് ക്ലാസ്സും ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. പിന്നെ അവിടെ ഏജ് ലിമിറ്റ് ക്രൈറ്റീരിയ നമ്മൾ പറഞ്ഞു 1/10/2025 ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക. 25 വയസ്സാണ് അവിടെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലൊക്കെ ഇഷ്ടംപോലെ എക്സാം സെന്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നവരൊക്കെ അപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങളെ പോസ്റ്റിംഗ് എവിടെയാണെന്ന് വെച്ചാൽ കർണാടക, ബാംഗ്ലൂർ ആയിരിക്കാം, അല്ലെങ്കിൽ UPയിലാവാം, മഹാരാഷ്ട്രയിലാവാം, ഹൈദരാബാദ് ആവാം, ചെന്നൈയിലാവാം, മച്ചിലിപട്നം ആവാം, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, നവി മുംബൈ, ഉത്തരാഖണ്ഡിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റിംഗ് ഉണ്ടാവാം. ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് നവംബർ മാസം 14-ാം തീയതിയാണ്. 1000 രൂപയും 18% GST 1180 രൂപയാണ് അവിടെ അപ്ലിക്കേഷൻ ഫീ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മളുടെ ഏറ്റവും ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും. ആ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് നമ്മൾ 1:5 റേഷ്യോയിൽ ഇന്റർവ്യൂവിന് വിളിക്കുന്നുണ്ടാവും. ഓക്കെ. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ നിങ്ങളെ കറസ്പോണ്ടിങ് ആപ്റ്റിറ്റ്യൂഡ് കാര്യങ്ങളുണ്ടാവും. പിന്നെ അത് കൂടാതെ നമ്മുടെ കറസ്പോണ്ടിങ് ഡിസിപ്ലിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസും ഡിസിപ്ലിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഓക്കെ. അതായത് 100 ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ആൻഡ് 25 ക്വസ്റ്റ്യൻസ് ഫ്രം ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ്. ഓക്കെ. 120 മിനിറ്റ്സ് 2 അവേഴ്സും 125 ക്വസ്റ്റ്യൻസും ആണ് ഉണ്ടാവുക. അപ്പൊ അതിൽ 100 ടെക്നിക്കൽ ക്വസ്റ്റ്യൻസും 25 ജനറൽ ആപ്റ്റിറ്റ്യൂഡ് റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 1/4 നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആണെങ്കിൽ ഒരു മാർക്കും, 1/4 ആണെങ്കിൽ നെഗറ്റീവ് മാർക്കും ഉണ്ടാവുക. ഓക്കെ. ഇതാണ് അവിടെ സിലബസ് കാര്യങ്ങൾ. നിങ്ങൾക്ക് ബെല്ലിന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ലാസ്റ്റ് ഡേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 14-ാം തീയതിയാണ്, നവംബർ മാസം 14-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ഇവിടെ വന്നിട്ടുള്ളത്. അതേപോലെ നിങ്ങൾ പലരും ചോദിക്കുന്നതാണ് എക്സാമിനേഷൻ സെന്റേഴ്സ് എവിടെയൊക്കെയാണ് ഉണ്ടാവാന്നില്ല കാര്യം. ഒക്കെ അത് അവരോട് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ എറണാകുളത്തുണ്ട്, കണ്ണൂരുണ്ട്, കോഴിക്കോടുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. ഇപ്പൊ ഇത്രയും സെന്റേഴ്സ് ഉണ്ട് കേരളത്തിലെ എക്സാമിനേഷൻ. ഓക്കെ. അപ്പോൾ ചെറിയ ഇൻഫർമേഷൻ ആണ്. അപ്പോൾ ഇത് ഞാൻ PDF ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്യാം. അതേപോലെ OBC, SC, ST കാൻഡിഡേറ്റ്സിന്, PWD കാൻഡിഡേറ്റ്സിന് കറസ്പോണ്ടിങ് 3, 5, 10 വർഷം ഏജ് റിലാക്സേഷൻസ് ഉണ്ട്. ഓക്കെ. അതേപോലെ SC, ST, PWD, എക്സ് സർവീസ്മെൻ കാറ്റഗറീസിന്റെ കേസിൽ അവിടെ അപ്ലിക്കേഷൻ ഫീ അവിടെ ഇല്ല. ഓക്കെ. അപ്പൊ ഇതിലുള്ള കൂടുതൽ വീഡിയോസ് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.